Hi everyone, welcome to Stardust Academy. ഞാൻ റോഷ്ന. നമുക്കിന്ന് GSTയിലെ ലാസ്റ്റ് മൊഡ്യൂളിൽ പഠിക്കാനുള്ളത് വേ ബില്ലിനെ പറ്റിയാണ്, എന്ന് വെച്ചാൽ ഇലക്ട്രോണിക് വേ ബിൽ. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. ഇപ്പോൾ നോർമലി വേ ബിൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. നമുക്ക് സിംപ്ലി പറയാമെന്ന് വെച്ചാൽ വേ ബിൽ എന്ന് പറഞ്ഞാൽ ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അവർ കീപ്പ് ചെയ്യേണ്ട ഒരു ഡോക്യുമെൻ്റ് ആണ്, അവരുടെ കയ്യിൽ കീപ്പ് ചെയ്യേണ്ട ഒരു ഡോക്യുമെൻ്റ് ആണ് വേ ബിൽ എന്ന് പറയുന്നത്. അണ്ടർ GST, ട്രാൻസ്പോർട്ടേഴ്സ് ഷുഡ് ക്യാരി ആൻ വേ ബിൽ when moving goods from one place to another when certain conditions are satisfied. അപ്പോൾ ഒരു ഗുഡ്സ് നമ്മളൊരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ട്രാൻസ്പോർട്ടർ ക്യാരി ചെയ്യേണ്ട ഒരു ഡോക്യുമെൻ്റ് ആണിത്. വേ ബിൽ ഇസ് എൻ ഇലക്ട്രോണിക് വേ ബിൽ ഫോർ മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ് വിച്ച് ക്യാൻ ബി ജനറേറ്റഡ് ഓൺ വേ ബിൽ പോർട്ടൽ. അപ്പോൾ വേ ബിൽ എന്ന് പറയുന്നത് നമ്മൾ ആ ട്രാൻസ്പോർട്ടേഷൻ സമയത്ത് യൂസ് ചെയ്യുന്ന ഗുഡ്സിന് എന്ന് വെച്ചാൽ മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സിൻ്റെ കേസിൽ യൂസ് ചെയ്യുന്ന ഒരു ബില്ലാണ്. അപ്പം നമുക്കത് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇലക്ട്രോണിക്കലി ആണ് ജനറേറ്റ് ചെയ്യുന്നത് വേ ബിൽ പോർട്ടലിൽ നിന്നാണ്. ട്രാൻസ്പോർട്ട് ഓഫ് ഗുഡ്സ് ഓഫ് മോർ ദാൻ 50,000 ഇൻ വാല്യൂ ഇൻ എ വെഹിക്കിൾ കനോട്ട് ബി മെയ്ഡ് ബൈ എ രജിസ്റ്റേർഡ് പേഴ്സൺ വിത്തൗട്ട് എൻ വേ ബിൽ. വേ ബില്ലില്ലാതെ നമുക്ക് 50,000 കൂടുതൽ വരുന്ന ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ വേ ബിൽ നമ്മൾ ഇലക്ട്രോണിക്കലി ജനറേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. വേ ബിൽ ക്യാൻ ഓൾസോ ബി ജനറേറ്റഡ് ഓർ ക്യാൻസൽ ടു SMS, ആൻഡ്രോയിഡ് ആപ്പ് ആൻഡ് ബൈ സൈറ്റ് ഇൻ്റഗ്രേഷൻ. അതേപോലെ തന്നെ വേ ബിൽ നമുക്ക് ഇലക്ട്രോണിക്കലി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് SMS ത്രൂ, ആൻഡ്രോയിഡ് ആപ്പ് ത്രൂ ഒക്കെ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. വെൻ എൻ വേ ബിൽ ഇസ് ജനറേറ്റഡ് എ യുണീക്ക് വേ ബിൽ നമ്പർ, അപ്പോൾ ഒരു വേ ബിൽ നമ്പർ ഉണ്ടാവും നമ്മൾ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഈസ് അലോക്കേറ്റഡ് ആൻഡ് ഈസ് അവൈലബിൾ ടു സപ്ലയർ, റെസിപ്പിയൻ ആൻഡ് ട്രാൻസ്പോർട്ടർ. സപ്ലയറിന് കിട്ടും, അത് റെസിപ്പിയൻറ്റിന് കിട്ടും, അതേപോലെ തന്നെ ട്രാൻസ്പോർട്ടറിന് കിട്ടും ഒരു വേ ബിൽ നമ്പർ. അതൊരു യുണീക്ക് നമ്പർ ആയിരിക്കും, എന്ന് വെച്ചാൽ റിപ്പീറ്റ് ചെയ്യാത്ത ഒരു നമ്പറാണ്. ഒരു ബില്ലിന് ഒരു നമ്പർ എന്നുള്ള രീതിയിലായിരിക്കും അത് അലോട്ട് ചെയ്ത് വരുന്നത്. അതുപോലെ നമുക്ക് വേ ബില്ലിൻ്റെ റിഗാർഡിംഗ് ആയിട്ടുള്ള കുറച്ച് പ്രൊവിഷൻസ്, ജനറൽ പ്രൊവിഷൻസ് നോക്കാം. ഒന്നാമത്തെ, a person in charge of the conveyance carrying any consignment of goods of value exceeding the specified amount. ഇവിടെ സ്പെസിഫൈഡ് എമൗണ്ട് എന്ന് പറഞ്ഞാൽ 50,000 ആണ്. ഇപ്പോൾ 50,000 കൂടുതലുള്ള ഒരു കൺസൈൻമെൻറ്റ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുകയാണ്. അപ്പോൾ അതിൽ പേഴ്സൺ ഇൻ ചാർജ് ഓഫ് ദ കൺവെയൻസ് ഷാൾ ക്യാരി വിത്ത് ഹിം സച്ച് ഡോക്യുമെൻറ്റ്സ് ആൻഡ് ഡിവൈസസ് ആസ് പ്രിസ്ക്രൈബ് ബൈ റൂൾ 2 ഓഫ് ഡ്രാഫ്റ്റ് ഇലക്ട്രോണിക് വേ ബിൽ റൂൾ. ഇപ്പോൾ വേ ബിൽ റൂളിൽ പറയുന്ന അത്രയും ഡോക്യുമെൻറ്റ്സ് അയാളുടെ കയ്യിൽ കീപ്പ് ചെയ്തിരിക്കണം. ആസ് പെർ ഡ്രാഫ്റ്റ് ഓഫ് ഇലക്ട്രോണിക് വേ ബിൽ റൂൾസ്, പേഴ്സൺ കോസിംഗ് മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ് ഓഫ് കൺസൈൻമെൻറ്റ് വാല്യൂ എക്സീഡിംഗ് 50,000 in value is required to furnish information relating to such goods before commencement of movement in form GST INS 01 or GST INS 02 electronically. അപ്പം നമ്മൾ ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പോവാണ്, 50,000 കൂടുതലുള്ളതാണെങ്കിൽ അയാൾ എന്ത് ചെയ്യണം, ഈ ട്രാൻസ്പോർട്ടേഷൻ തുടങ്ങുന്നതിൻ്റെ മുന്നേ, കമൻസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ഒരു GST INS 01 അല്ലെങ്കിൽ GST INS 02 ഇലക്ട്രോണിക്കലി നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ എൻട്രി ചെയ്യണം. An option to generate വേ bill is permissible even if the value of consignment is lower than 50,000. ഇനിയിപ്പോൾ നമ്മൾ വാല്യൂ ഓഫ് കൺസൈൻമെൻറ്റ് 50,000 കുറവാണെങ്കിലും നമുക്ക് എന്ത് വേണമെങ്കിൽ വേ bill ജനറേറ്റ് ചെയ്യാം. പക്ഷേ ഓപ്ഷനിലാണ്, കമ്പൽസറി ആയിട്ട് നമ്മൾ ക്യാരി ചെയ്യണമെന്നില്ല. രണ്ടാമത്തെ പറയുന്നത് വേ bill an unregistered person moving goods in his own or hired conveyance can at his option generate an വേ bill in form GST INS 01. ഇപ്പോൾ ഒരു അൺരജിസ്റ്റേർഡ് ആയ ഒരു പേഴ്സണാണ്, അയാൾ ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യാണ്, ഒന്നുകിൽ സ്വന്തമായിട്ട് അല്ലെങ്കിൽ വാടക എടുത്ത ഒരു വെഹിക്കിളിൻ്റെ അകത്ത് ട്രാൻസ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് വേണമെങ്കിൽ വേ ബിൽ ജനറേറ്റ് ചെയ്യാം. ദ റെസിപ്പിയൻ വിൽ ബി ഇൻഫോംഡ് ഇലക്ട്രോണിക്കലി ഓൺ ഹിസ് മൊബൈൽ ഓർ ഇമെയിൽ. അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യും, റെസിപ്പിയൻറ്റിന് ഇലക്ട്രോണിക്കലി ഇൻഫർമേഷൻ കിട്ടും, ഒന്നുകിൽ മൊബൈലിലോ അല്ലെങ്കിൽ ഇമെയിൽ ത്രൂ അവർക്ക് ഇൻഫർമേഷൻ കിട്ടും. നെക്സ്റ്റ് പറയുന്നത്, if the movement is caused by an unregistered supplier to a registered recipient. അൺരജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു സപ്ലയർ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു റെസിപ്പിയൻറ്റിനാണ് അയക്കുന്നത്, known at the time of movement, then the movement is deemed to have caused by a registered recipient. അപ്പോൾ നമ്മൾ സെല്ല് ചെയ്യുന്ന ആൾ എന്ന് വെച്ചാൽ സപ്ലൈ ചെയ്യുന്ന ആൾ അൺരജിസ്റ്റേർഡും അതേപോലെ തന്നെ റിസീവ് ചെയ്യുന്ന ആൾ രജിസ്റ്റേർഡും ആണെങ്കിൽ ആ മൂവ്മെൻറ്റ് രജിസ്റ്റേർഡ് റെസിപ്പിയൻ്റ് കോസ് ചെയ്ത രീതിയിലായിരിക്കും, അയാളത് എന്ന് വെച്ചാൽ അയാൾ ട്രാൻസ്പോർട്ട് ചെയ്ത രീതിയിലായിരിക്കും അത് വരുന്നത്.
A transporter shifting goods from one vehicle to another while the goods are in movement is required to generate a new e-way bill in form GST INS 01. ഇനിയിപ്പോൾ നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമ്മൾ വെഹിക്കിൾ മാറ്റുകയാണെന്ന് വിചാരിച്ചോ, ഒരു വണ്ടിയിൽ നിന്ന് വേറൊരു വണ്ടിയിലേക്ക് സാധനം മാറ്റുവാണെങ്കിൽ പുതിയ ഇ-വേ ബില്ല് നമ്മൾ ആ സമയത്ത് ജനറേറ്റ് ചെയ്യേണ്ടി വരും. Next, if a transporter transport multiple consignment in one vehicle, then he is required to indicate the serial number of which e-way bill in form GST INS 02 prior to the movement of goods. അപ്പം നമ്മൾ കുറേ ഗുഡ്സ് എന്ന് വെച്ചാൽ പലതരം ട്രാൻസ്പോർട്ടറുടെ ഗുഡ്സ്, പലതരം സപ്ലയറിൻ്റെ ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യാണ് ഒരു വണ്ടിയിൽ തന്നെ. അങ്ങനെയാണെങ്കിൽ ഹീസ് റിക്വയർഡ് ടു ഇൻഡിക്കേറ്റ് ദ സീരിയൽ നമ്പർ ഓഫ് ഈച്ച് ഇ-വേ ബിൽ. ഓരോ ഇ-വേ ബില്ലിൻ്റെയും സീരിയൽ നമ്പർ എന്ത് ചെയ്യണം, ആ GST INS 02 നമ്മൾ കാണിക്കണം, എന്നുവെച്ചാൽ മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ. If for any reason the consignor does not generate an e-way bill, ഇപ്പം ചിലപ്പോൾ കൺസൈനർ എന്തെങ്കിലും കാരണം കൊണ്ട് e-way bill ജനറേറ്റ് ചെയ്തില്ലെങ്കിൽ the transporter can generate an e-way bill based on tax invoice or bill of supply or delivery challan or any other document in form GST INS 01. ഇപ്പോൾ കൺസൈനർ ജനറേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ ട്രാൻസ്പോർട്ടർക്ക് വേണമെങ്കിലും ജനറേറ്റ് ചെയ്യാം. അപ്പോൾ ട്രാൻസ്പോർട്ടറിൻ്റെ കയ്യിൽ എന്തെങ്കിലും ഒരു ഡോക്യുമെൻ്റ് ഉണ്ടാവുമല്ലോ, ഇൻവോയ്സോ ബില്ലോ സപ്ലൈയോ എന്തെങ്കിലും ഉണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ട് ട്രാൻസ്പോർട്ടർക്ക് ഇ-വേ ബില്ല് ജനറേറ്റ് ചെയ്യാൻ പറ്റും. And also a consolidate e-way bill in GST INS 02 prior to movement of goods. അതേപോലെ തന്നെ കൺസോളിഡേറ്റഡ് ആയിട്ടുള്ള എന്ന് വെച്ചാൽ ഒന്നിൽ കൂടുതൽ ട്രാൻസ്പോർട്ടേഷൻ നടത്തുന്നുണ്ടെങ്കിൽ, ഒന്നിൽ കൂടുതൽ കൺസൈൻമെൻറ്റ് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ കൺസോളിഡേറ്റഡ് ആയിട്ടുള്ള ഒരു ഇ-വേ ബില്ല് വേണമെന്നുണ്ടെങ്കിൽ അത് INS 02 കിട്ടും. The information in form GST INS 01 will be made available to the registered supplier on the portal, who can utilize such information for filing his return in form GSTR 1. ഇപ്പോൾ GSTR 1 ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സപ്ലയർക്ക് ഈ ഇൻഫർമേഷൻ യൂസ് ചെയ്യാം. എന്നുവെച്ചാൽ അത് ഓട്ടോമാറ്റിക്കലി നമ്മൾ ഫോം GST INS 01 അകത്ത് സപ്ലയറിൻ്റെ GSTI നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി സപ്ലയറിൻ്റെ പോർട്ടലിനകത്ത് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അത് വേണമെങ്കിൽ അയാൾക്ക് ഫയൽ ചെയ്യുന്ന സമയത്ത്, റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യാം. ഇനി നെക്സ്റ്റ് പറയുന്നത്, എനി ഇ-വേ ബിൽ generated incorrectly after generation the goods are not transported, such e-way bill must be electronically cancelled within 24 hours if this generation. ഇപ്പോൾ e-way bill ജനറേറ്റ് ചെയ്തു, ഇൻകറക്റ്റ്ലി ആണ്, അല്ലെങ്കിൽ അത് ജനറേറ്റ് ചെയ്തു പക്ഷെ ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്തില്ല, അങ്ങനത്തെ സിറ്റുവേഷൻസ് വരുവാണെങ്കിൽ എന്ത് ചെയ്യണം, 24 hours നമ്മളത് ക്യാൻസൽ ചെയ്തിരിക്കണം. നെക്സ്റ്റ്, നോ ഇ-വേ ബിൽ ക്യാൻ ബി ക്യാൻസൽ ഇഫ് ഇറ്റ് ഈസ് വെരിഫൈഡ് ഇൻ ട്രാൻസിറ്റ്. ഇപ്പോൾ ട്രാൻസിറ്റിൻ്റെ ഇടയിൽ അത് വെരിഫൈഡ് ആയി പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. വെച്ചാൽ അത് ട്രാൻസിറ്റ് ചെയ്തു എന്നാണ് അതിൻ്റെ അർത്ഥം. A registered recipient of goods must confirm his acceptance of the e-way bill generated within 72 hours, and if he does not do so, it is deemed to have been accepted. ഇപ്പോൾ രജിസ്റ്റേർഡ് ആക്സെപ്റ്റൻ്റ് റെസിപ്പിയൻ്റ് ആരാണോ അപ്പോൾ അയാൾ എന്ത് ചെയ്യണം, ആ ഇ-വേ ബിൽ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് 72 hours അത് ആക്സെപ്റ്റ് ചെയ്തിരിക്കണം. എന്നുവെച്ചാൽ അയാൾ അത് തന്നെയാണ് അയാൾ റിസീവ് ചെയ്യുന്നതെന്ന് അയാൾ ആക്സെപ്റ്റ് ചെയ്തിരിക്കണം. ഇനിയിപ്പോൾ അങ്ങനെ ആക്സെപ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്തതായിട്ട് നമ്മൾ കരുതണം. നെക്സ്റ്റ്, ഡോക്യുമെന്റ് ആൻഡ് ഡെലിവറി. The person in charge of transportation is mandated to carry with him. അപ്പം നമ്മൾ ആരാണോ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് അയാൾക്ക് എന്തായാലും ക്യാരി ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. an invoice or bill of supply or delivery challan, അതെന്തായാലും നമ്മൾ കരുതിയിരിക്കണം. പിന്നെ എ കോപ്പി ഓഫ് ഇ-വേ ബിൽ ഓർ ഇ-വേ ബിൽ നമ്പർ. രണ്ടാമത്തത് ഇ-വേ ബില്ല് വേണം, അല്ലെങ്കിൽ ഇ-വേ ബില്ലിൻ്റെ നമ്പർ എങ്കിലും നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. The commissioner is empowered to notify a specified class of transport to embed a radio frequency identification device on the vehicle to enable mapping of e-way bill. അതേപോലെ ചില സ്പെസിഫൈഡ് ക്ലാസ് ഓഫ് ട്രാൻസ്പോർട്ടിൻ്റെ കാര്യത്തിൽ നമ്മൾ കമ്മീഷണർ എന്നുവെച്ചാൽ ഇതിൻ്റെ GST കമ്മീഷണർ പറയുന്ന പ്രകാരം റേഡിയോ ഫ്രീക്വൻസി ഐഡൻറ്റിഫിക്കേഷൻ ഡിവൈസ് എന്ന് വെച്ചാൽ അത് എവിടെയാണ് പോകുന്നത് നമുക്ക് ട്രേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ഡിവൈസ് നമുക്ക് വെക്കാൻ പറയാം. നെക്സ്റ്റ് പറയുന്നത്, all registered person can upload the tax invoice in form GST INV 1 and obtain an invoice reference number which can be produced for verification in lieu of an invoice. ഇപ്പോൾ രജിസ്റ്റേർഡ് പേഴ്സണിന് ഈ ട്രാൻസ്പോർട്ടേഷൻ ഇത് നമ്മൾ ഇ-വേ ബിൽ ജനറേറ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഒരു ടാക്സ് ഇൻവോയ്സ് ജനറേറ്റ് ആകും ഓട്ടോമാറ്റിക്കലി ഫോം GST INV 1. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം, ആ ഇൻവോയ്സ് റെഫറൻസ് നമ്പർ നമുക്ക് ഫ്യൂച്ചറിൽ വേണമെങ്കിൽ
യൂസ് ചെയ്യാം. എന്ന് വെച്ചാൽ ഇൻവോയ്സിന് പകരം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. നാലാമത്തെ, an officer is empowered to physically inspect the documents, vehicle or goods while in transit. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അല്ലേ, ഗുഡ്സ് നമ്മൾ ട്രാൻസിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ഓഫീസറിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അത് ചെക്ക് ചെയ്യാം, ഡോക്യുമെൻറ്റ്സ് ചെക്ക് ചെയ്യാം, അതേപോലെ തന്നെ വെഹിക്കിൾ ചെക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഗുഡ്സ് ചെക്ക് ചെയ്യാം. നെക്സ്റ്റ്, ഓൺ ഇന്റർസെപ്ഷൻ of conveyance by the proper officer, the said person shall produce such documents and device for verification and also allow inspection of goods. ഒരു ഓഫീസർ വന്ന് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ആരാണോ അതിൻ്റെ ഇൻചാർജ് ആയിട്ടുള്ള പേഴ്സൺ, വെഹിക്കിളിന് ഇൻചാർജ് ആയിട്ടുള്ള പേഴ്സൺ, അയാൾ ഡോക്യുമെൻറ്റ്സ് കൊടുത്തിരിക്കണം, അതേപോലെ തന്നെ വെഹിക്കിളിലെ ഗുഡ്സ് ഇൻസ്പെക്ട് ചെയ്യാൻ അലൗ ചെയ്യുകയും വേണം, എന്ന് വെച്ചാൽ ഇൻസ്പെക്ട് ചെയ്യാനുള്ള അവസരം കൊടുക്കണം. As per Rule 5 of per draft of electronic bill rules, where a vehicle has been intercepted and detained for a period exceeding 30 minutes, the transporter may upload the said information in form GST INS04 on the common portal. ഇനിയിപ്പോൾ ഒരു വെഹിക്കിൾ ചെക്ക് ചെയ്യുവാണ്, അപ്പോൾ അത് പിടിച്ചിടുവാണ്, 30 മിനിറ്റ്സിൽ കൂടുതൽ അത് പിടിച്ചിടുവാണെങ്കിൽ നമുക്ക് കോമൺ പോർട്ടലിൽ അതിൻ്റെ ഇൻഫർമേഷൻ അപ്ലോഡ് ചെയ്യാം. GST INS04 അയാൾക്ക് അതിൻ്റെ ഇൻഫർമേഷൻ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും. നമുക്ക് കുറച്ച് ലീഗൽ പ്രൊവിഷൻസ് നോക്കാം റിഗാർഡിംഗ് ദ മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് അണ്ടർ ഇ-വേ ബിൽ. അപ്പം അതിൽ ഡോക്യുമെന്റ്സ് വേണ്ട എന്തൊക്കെയാന്ന് നോക്കാം. ഡോക്യുമെന്റ്സ് ആൻഡ് ഡിവൈസസ് ടു ബി ക്യാരിഡ് ബൈ എ പേഴ്സൺ ഇൻ ചാർജ് ഓഫ് കൺവേയൻസ്. എന്തൊക്കെ ക്യാരി ചെയ്യേണ്ടത്? ആസ് പെർ CGST റൂൾ 138A, that person in charge of conveyance shall carry a set of documents in transit such as, ഒന്ന് ക്യാരി ചെയ്യേണ്ട an invoice or bill of supply or bill of entry. ഇപ്പോൾ ഇൻവോയ്സ് അല്ലെങ്കിൽ ബിൽ ഓഫ് സപ്ലൈ അല്ലെങ്കിൽ ബിൽ ഓഫ് എൻട്രി വേണം. എ ഡെലിവറി ചലാൻ വെർ ദ ഗുഡ്സ് ആർ ട്രാൻസ്പോർട്ടഡ് ഫോർ റീസൺ അതർ ദാൻ ബൈ വേ ഓഫ് സപ്ലൈ. അപ്പോൾ സപ്ലൈ ചെയ്യാനല്ലാതെ വേറെ എന്തെങ്കിലും റീസൺസിനാണ് നമ്മളത് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ ഡെലിവറി ചലാനാണ് നമുക്ക് വേണ്ടത്. ആ സമയത്ത് നമുക്ക് ഇൻവോയ്സോ ബിൽ ഓഫ് സപ്ലൈ ഒന്നും ഉണ്ടാവണമെന്നില്ല. ഇപ്പോൾ ഡെലിവറി ചലാൻ ആ സമയത്ത് നമുക്ക് യൂസ് ചെയ്യാം. Next, a copy of e-way bill or the e-way bill number either physically or the e-way bill number in electronic form. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഇ-വേ ബില്ല് വേണം. അപ്പോൾ ഇ-വേ ബിൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇ-വേ ബിൽ നമ്പർ, അപ്പോൾ ഒന്നിക്കുന്ന ഇ-വേ ബില്ലിൻ്റെ ഹാർഡ് കോപ്പി നമ്മളെ കയ്യിൽ വെക്കാം, ഓർ ദ ഇ-വേ ബിൽ നമ്പർ ഇൻ ഇലക്ട്രോണിക് ഫോമിൽ വെക്കാം. മാപ്ഡ് ടു ദ റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫിക്കേഷൻ ഡിവൈസസ് എംബഡഡ് ഓൺ ടു ദ കൺവേയൻസ് എക്സെപ്റ്റ് ഇൻ കേസ് ഓഫ് മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് ബൈ റെയിൽ ഓർ ബൈ എയർ ഓർ വെസൽ. ഇപ്പം നമ്മൾ റെയിൽവേയോ അല്ലെങ്കിൽ എയറിലോ അല്ലെങ്കിൽ വെസൽ ത്രൂ ട്രാൻസ്ഫർ ചെയ്യാത്ത ഗുഡ്സിൻ്റെ കേസിൽ നമുക്ക് RFID ഉണ്ടാവും. അതെന്താണെന്ന് നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിലേക്ക് മാപ്പ് ചെയ്തിട്ടുള്ള നമ്മുടെ ഇലക്ട്രോണിക് ഇ-വേ ബില്ലിൻ്റെ നമ്പർ, ഇലക്ട്രോണിക്കലി മാപ്പ് ചെയ്തിരിക്കുന്ന ആ നമ്പർ ആയാലും മതി. Next, the commissioner may by issue of notification require certain class of transporters to obtain a unique radio frequency identification device and get the said device embedded onto the conveyance and map the e-way bill to the said device embedded. അപ്പോൾ ചില സമയത്ത് ചില ടൈപ്പ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ്റെ കേസിൽ നമുക്ക് ആ കമ്മീഷണർക്ക് ഇഷ്യൂ ചെയ്യാം, നോട്ടിഫൈ ചെയ്യാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫിക്കേഷൻ ഡിവൈസ് ഇൻസ്റ്റാൾ ചെയ്യണം. അതിനകത്ത് നമ്മുടെ നമ്മുടെ പറഞ്ഞ ഇ-വേ ബിൽ നമ്പർ അതിൻ്റെ അകത്ത് കാണിക്കണം എന്ന് പറയാം. On to the conveyance and map the e-way bill to the radio frequency identification devices prior to the movement of goods. Goods start ചെയ്യുന്നതിന് മുന്നേ, മൂവ് ചെയ്യുന്നതിന് മുന്നേ ഇതൊക്കെ ചെയ്തിരിക്കണം. നെക്സ്റ്റ്, dispensation of carrying e-way bill. Under special circumstances, Commissioner may by issue of notification require the person in charge of the conveyance to carry the documents. ചില ഡോക്യുമെൻറ്റ്സ് ക്യാരി ചെയ്യാൻ വേണ്ടി പറയാം. ടാക്സ് ഇൻവോയ്സ് ഓർ ബിൽ ഓഫ് സപ്ലൈ ഓർ ബിൽ ഓഫ് എൻട്രി. അതേപോലെ തന്നെ ഡെലിവറി ചലാൻ വേർ ദ ഗുഡ്സ് ആർ ട്രാൻസ്പോർട്ടഡ് ഫോർ റീസൺ അതർ ദാൻ ബൈ വേ ഓഫ് സപ്ലൈ ഇൻസ്റ്റെഡ് ഓഫ് ഇ-വേ ബിൽ. ഇ-വേ ബിൽ ഇല്ലാത്ത സിറ്റുവേഷനാണ് പറയുന്നത്. രണ്ടാമത്തെ പറഞ്ഞ ഡെലിവറി ചലാൻ കൊടുക്കുന്ന സിറ്റുവേഷൻ ഉണ്ടല്ലോ. അപ്പോൾ ഡെലിവറി ചലാൻ കൊടുക്കുന്ന സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്തിരിക്കുന്നത് സപ്ലൈക്ക് വേണ്ടിയല്ലാത്ത സമയത്താണ്. അപ്പോൾ ഇ-വേ ബിൽ ഇല്ലാതെ ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ട്രാൻസ്പോർട്ടേഷൻ നടത്താം. അതിന് പകരം നമുക്ക് വേണ്ടി ഡെലിവറി ചലാനായിരിക്കും. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത്, എ രജിസ്റ്റേർഡ് പേഴ്സൺ മേ ഒബ്റ്റെയിൻ എൻ ഇൻവോയ്സ് റെഫറൻസ് നമ്പർ ഫ്രം ഇ-വേ ബിൽ പോർട്ടൽ ബൈ അപ്ലോഡിംഗ് ദ ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂഡ് ബൈ ഹിം in GST INV01 which would be valid for a period of 30 days. ഇപ്പോൾ ഒരു ഇൻവോയ്സ് റെഫറൻസ് നമ്പർ കിട്ടും നമുക്ക് ഇ-വേ ബിൽ പോർട്ടലിൽ നിന്ന്, എന്ന് വെച്ചാൽ ഇ-വേ ബിൽ ജനറേറ്റ് ആയിക്കഴിഞ്ഞാൽ. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം, 30 days അതിന് വാലിഡിറ്റി ഉണ്ട്. അപ്പോൾ അത് രജിസ്റ്റേർഡ് പേഴ്സണിന് അത് നമുക്ക് ഇൻവോയ്സിന് പകരമായിട്ട് നമുക്കത് വേണമെങ്കിൽ യൂസ് ചെയ്യാം.
ഇനി നെക്സ്റ്റ് നമ്മൾ കൺവെയൻസിൽ ഡോക്യുമെൻസും അതൊക്കെ വെരിഫൈ ചെയ്യാം എന്ന് വെച്ചാൽ ട്രാൻസ്പോർട്ടേഷൻ്റെ ഇടയിൽ നമുക്കത് ചെക്ക് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻസ് ഒക്കെയാണ് പറയുന്നത്. അതിൽ ഒന്നാമത്തെ പറയുന്ന ഇൻ്റർസെപ്ഷൻ ആൻഡ് വെരിഫിക്കേഷൻ ഓഫ് കൺവെയൻസ് ഇൻ ട്രാൻസിറ്റിൽ നമുക്ക് എന്ത് ചെയ്യാം, വെരിഫൈ ചെയ്യാം. ദ കമ്മീഷണർ ഓർ എൻ ഓഫീസർ എംപവേർഡ് ബൈ ഹിം ഇൻ ഹിസ് ബിഹാഫ് ക്യാൻ ഓതറൈസ് ദ പ്രോപ്പർ ഓഫീസർ ടു ഇൻ്റർസെപ്റ്റ് എനി കൺവെയൻസ് ടു വെരിഫൈ ദ ഇ വേ ബിൽ ഓർ ദ ഇ വേ ബിൽ നമ്പർ. അപ്പോൾ നമുക്ക് ഇ വേ ബില്ലോ ഇ വേ ബിൽ നമ്പറോ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെഹിക്കിളിനെ നമുക്ക് ഇൻ്റർസെപ്റ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. ഓർ ഫോർ ഓൾ ഇൻ്റർസ്റ്റേറ്റ് ആൻഡ് ഇൻട്രാസ്റ്റേറ്റ് മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ്, അതുപോലെ തന്നെ എല്ലാ ഇൻ്റർസ്റ്റേറ്റും ഇൻട്രാസ്റ്റേറ്റും മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സിനും നമുക്ക് എന്ത് ചെയ്യാം, ഇൻ്റർസെപ്റ്റ് ചെയ്യാം. And next, radio frequency identification device readers. The RFID readers shall be installed at places where verification of movement of goods is required to be carried out. അപ്പോൾ നമുക്ക് മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സിൻ്റെ വെരിഫിക്കേഷൻ ക്യാരി ചെയ്യേണ്ട സിറ്റുവേഷൻസിൽ നമുക്കൊരു RFID റീഡർ ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. ആൻഡ് വെരിഫിക്കേഷൻ ഓഫ് മൂവ്മെൻറ്റ്സ് ഓഫ് വെഹിക്കിൾ ഷാൽ ബി ഡൺ ത്രൂ സച്ച് ഡിവൈസ് റീഡേഴ്സ് വെർ ദ ഇ വേ ബിൽ ഹാസ് ബീൻ മാപ്ഡ് വിത്ത് ദ സെറ്റ് ഡിവൈസ്. ഇപ്പോൾ ഡിവൈസിൻ്റെ അത് നമ്മൾ മാപ്പ് ചെയ്തിട്ടുണ്ടാകും ഇ വേ ബില്ല്, നമുക്കതെന്ത് ചെയ്താൽ മതി, ലാസ്റ്റ് നമുക്ക് ഈ റീഡർ ത്രൂ നമുക്ക് വെരിഫൈ ചെയ്താൽ മതിയാവും അങ്ങനത്തെ സിറ്റുവേഷൻസിൽ. നെക്സ്റ്റ് നമ്മളെ പീനൽ പ്രൊവിഷനാണ്. പീനൽ പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ പെനാൽറ്റി എന്താണെന്ന്, ഇ വേ ബില്ല് റിലേറ്റഡ് ആയിട്ടുള്ള പെനാൽറ്റിയുടെ കാര്യമാണ് പറയുന്നത്. For the transportation of GST paid goods, if the supplier or transporter did not generate the e-way bill, e-way bill generate ചെയ്യുന്നില്ല, സപ്ലയർ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടർ ആരെങ്കിലും ആയിട്ട് ജനറേറ്റ് ചെയ്യണമല്ലോ. ഇപ്പോൾ രണ്ടുപേരും അത് ജനറേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ the same will be considered as contravention of statutory provision of GST law. ഇപ്പോൾ GST ലോക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് പ്രവർത്തിച്ച രീതിയിലാണ് നമ്മളത് കണക്കാക്കുന്നത്. അപ്പോൾ ലോക്ക് എതിരായിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ എന്തായാലും പെനാൽറ്റി എന്തെങ്കിലും പണിഷ്മെൻറ്റ് ഉണ്ടാവും അല്ലേ. A taxable person who transport any taxable goods without the cover of specified documents or e-way bill, e-way ബില്ലോ അല്ലെങ്കിൽ അതിൻ്റെ ഡോക്യുമെൻസോ ഇല്ലാതെ ഒരു ടാക്സബിൾ പേഴ്സൺ ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യുകയാണ്, ടാക്സബിൾ ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ will be liable to pay a penalty of ₹10,000. ഇപ്പോൾ 10,000 rupees നമ്മൾ പെനാൽറ്റി പേ ചെയ്യേണ്ടി വരും. ഓർ എൻ എമൗണ്ട് ഈക്വലൻറ്റ് ടു ടാക്സ് ഇവൈഡഡ്, അല്ലെങ്കിൽ എത്രയാണോ അയാൾ ടാക്സ് വെട്ടിപ്പ് നടത്തിയത്. ഇപ്പോൾ ഈ വേ ബില്ലില്ലാതെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം നമ്മളത് ലീഗലി അല്ല ചെയ്യുന്നതെന്നാണ് അല്ലേ. അത് നമ്മൾ ലീഗലി കാണിക്കുവാണെങ്കിൽ അതിന് നമ്മൾ ടാക്സ് കൊടുക്കേണ്ടി വരും. അപ്പോൾ ടാക്സ് ഒഴിവാക്കാൻ വേണ്ടിയായിരിക്കും ഈ പരിപാടി ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ എത്രയാണ് ടാക്സ് വെട്ടിച്ചത് ആ എമൗണ്ട് ആയിരിക്കും ചിലപ്പോൾ പെനാൽറ്റി ആയിട്ട് പേ ചെയ്യേണ്ടി വരുന്നത്, അല്ലെങ്കിൽ 10,000 rupees. ഇനി നമ്മൾ ഇ വേ ബില്ല് റിക്വയർഡ് ആയിരിക്കുന്ന സിറ്റുവേഷൻസ് ആണ് പറയുന്നത്. ഒന്നാമത്തെ ഇൻ കണക്ഷൻ വിത്ത് എ സപ്ലൈ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണെങ്കിൽ ഇ വേ ബില്ല് നമുക്ക് എന്തായാലും കമ്പൽസറി ആയിട്ട് വേണം. ഫോർ റീസൺസ് അതർ ദാൻ സപ്ലൈ അല്ലാത്ത വേറെ കാര്യത്തിൽ എന്ന് വെച്ചാൽ റിട്ടേൺ ചെയ്യാനൊക്കെ ആണെങ്കിൽ അതിന് ഇ വേ ബില്ല് വേണം. ഡ്യൂ ടു ഇൻവേർഡ് സപ്ലൈ ഫ്രം എ അൺരജിസ്റ്റേർഡ് പേഴ്സൺ, ഇനി ഒരു അൺരജിസ്റ്റേർഡ് പേഴ്സൻ്റെ അടുത്ത് നിന്ന് ഇൻവേർഡ് സപ്ലൈ നമ്മൾ രജിസ്റ്റേർഡ് പേഴ്സൺ പർച്ചേസ് ചെയ്യുവാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, അവിടെ ഇ വേ ബിൽ ആവശ്യമാണ്. ഫോർ ദിസ് പേർപ്പസ് സപ്ലൈ മേ ബി ഐദർ ഓഫ് ദ ഫോളോയിങ്. അപ്പോൾ ഇവിടെ നമ്മൾ സപ്ലൈ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പോൾ സപ്ലൈ നമ്മൾ ഡിഫൈൻ ചെയ്യുവാണ്. ഈ സപ്ലൈ മെയ്ഡ് ഫോർ കൺസിഡറേഷൻ ഇൻ ദ കോഴ്സ് ഓഫ് ബിസിനസ് പേർപ്പസിന് നടത്തിയിരിക്കുന്ന സപ്ലൈ ആണ്. അതേപോലെ തന്നെ കൺസിഡറേഷൻ പേയ്മെൻറ്റ് കൊടുത്തിട്ടുള്ള ഒരു സപ്ലൈ ആണ്. A supply made for a consideration which may not be in a course of business. ഇനി കോഴ്സ് ഓഫ് ബിസിനസ്സിലല്ലാത്തൊരു സപ്ലൈ ആണ്, പക്ഷെ അതിന് കൺസിഡറേഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ എ സപ്ലൈ വിത്തൗട്ട് കൺസിഡറേഷൻ, അതായത് വിത്തൗട്ട് പേയ്മെന്റ് ആയിട്ടുള്ള സപ്ലൈ ആണെങ്കിലും, ഇപ്പോൾ 3 തരത്തിലുള്ള സപ്ലൈ ആണെങ്കിലും നമുക്ക് ഇ വേ ബിൽ നെസസറി ആണ്. Therefore, e-way bill must be generated on the common portal for all these types of movements. അതുകൊണ്ട് തന്നെ ഈ എല്ലാ മൂവ്മെന്റ്സും നമ്മൾ എന്ത് ചെയ്യണം, ഇ വേ ബില്ല് കോമൺ പോർട്ടലിൽ പോയിട്ട് ജനറേറ്റ് ചെയ്തിരിക്കണം. ഇനി ചില സിറ്റുവേഷൻസിൽ പറയുന്നത് ഫോർ സർട്ടൻ സ്പെസിഫൈഡ് ഗുഡ്സ് ദ ഇ വേ ബിൽ നീഡ്സ് ടു ബി ജനറേറ്റഡ് മാൻഡേറ്ററിലി ഈവൺ ഇഫ് ദ വാല്യൂ ഓഫ് ദ കൺസൈൻമെന്റ് ഓഫ് ഗുഡ്സ് ഇസ് ലെസ് ദാൻ 50,000. നോർമലി നമ്മൾ പറഞ്ഞു 50,000 കൂടുതലാണെങ്കിലല്ലേ ഇ വേ ബിൽ ജനറേറ്റ് ചെയ്യാൻ പറഞ്ഞത്. ഇപ്പോൾ ചില സ്പെസിഫൈഡ് ഗുഡ്സിൻ്റെ കേസിൽ നമ്മളോട് പറയാണ് 50,000 കുറവാണെങ്കിലും നമ്മൾ ഇ വേ ബിൽ ജനറേറ്റ് ചെയ്യണം. അപ്പോൾ അത് ഏതൊക്കെ സിറ്റുവേഷൻ നോക്കാം. ഒന്നാമത്തെ ഇന്റർസ്റ്റേറ്റ് മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് ബൈ ദ പ്രിൻസിപ്പാൾ ടു ദ ജോബ് വർക്കർ. ഇപ്പോൾ ഇന്റർസ്റ്റേറ്റ് ആയിട്ടുള്ള മൂവ്മെന്റ് ആണ്, ഗുഡ്സിന്റെ മൂവ്മെന്റ് ആണ്. അപ്പോൾ ഇത് പ്രിൻസിപ്പാൾ ടു ദ ജോബ് വർക്കർ, അപ്പോൾ ഒരു ജോബ് വർക്കറിന് പ്രിൻസിപ്പാൾ സെൻഡ് ചെയ്യാണ് ഗുഡ്സ്. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യണം, 50,000 അല്ലെങ്കിലും ഇ വേ ബിൽ ജനറേറ്റ് ചെയ്യണം. ഇന്റർസ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ഓഫ് ഹാൻഡിക്രാഫ്റ്റ് ഗുഡ്സ് ബൈ ദ ഡീലർ എക്സംപ്റ്റഡ് ഫ്രം GST രജിസ്ട്രേഷൻ. ഇപ്പോൾ GST രജിസ്റ്റർ ചെയ്യേണ്ടാത്തതായ ഒരു
ഡീലർ, അയാൾ ഹാൻഡിക്രാഫ്റ്റ്സിൻ്റെ ഡീലറാണ്. അപ്പോൾ അങ്ങനെ ഒരു ഡീലർ ഇൻ്റർസ്റ്റേറ്റ് ആയിട്ടുള്ള ട്രാൻസ്പോർട്ട് നടത്തുവാണെങ്കിൽ രജിസ്റ്റേർഡ് ആവശ്യമില്ലെങ്കിലും അയാൾ ഇ വേ ബില്ല് നമ്മൾ ജനറേറ്റ് ചെയ്യേണ്ടി വരും. ഇനി നെക്സ്റ്റ് പറയുന്നത് ഇൻവോയ്സ് റെഫറൻസ് നമ്പർ അല്ലെങ്കിൽ IRN ഇൻ ഇ വേ ബിൽ. ഇ വേ ബില്ലിനകത്ത് വരുന്ന IRNൻ്റെ കാര്യമാണ് പറയുന്നത്. An IRN is a number which a GST registered taxpayer may generate from an e-way bill portal. e-way bill പോർട്ടലിൽ നിന്ന് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നമ്പറാണ് ബൈ അപ്ലോഡിങ് an invoice in form GST INV01. അപ്പോൾ നമ്മൾ ഒരു ഇൻവോയ്സ് അപ്ലോഡ് ചെയ്യാണ് ഈ ഇ-വേ ബിൽ പോർട്ടലിൽ. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു നമ്പറാണ് IRN നമ്പർ എന്ന് പറയുന്നത്. This will be valid for a period of 30 days and can be used instead of a physical tax invoice. ഇപ്പോൾ നോർമലി ഒരു ടാക്സ് ഇൻവോയ്സിന് പകരമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡോക്യുമെൻ്റ് ആണ്, ഒരു നമ്പറാണ് IRN നമ്പർ എന്ന് പറയുന്നത്. Hence, IRN is a boon to transporters who transport multiple consignments. ഇപ്പോൾ കുറേ കൺസൈൻമെൻറ്റ്സ് ഒരുമിച്ച് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ട്രാൻസ്പോർട്ടറിന് വളരെ ഉപകാരമുള്ളൊരു സംഭവമാണിത്. വേർ അതർവൈസ് ദ ഡോക്യുമെൻറ്റേഷൻ വുഡ് ഹാവ് ബീൻ ബേർഡസം. അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഒരുപാട് ഡോക്യുമെൻറ്റ്സ് ആവശ്യം വരും അല്ലേ. ഇപ്പോൾ ഈ നമ്പർ മാത്രം മതിയാവും നമുക്ക് ഈ ട്രാൻസ്പോർട്ടേഷൻ. ഒരുപാട് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് കുറേ ഡോക്യുമെൻറ്റ്സിന് പകരം നമുക്ക് ഈ ഒരു നമ്പർ യൂസ് ചെയ്താൽ മതിയാവും. IRN tries to ease the process of documentation to a great level. IRN also serves a dual purpose where on generating it, a taxpayer can get Part A of his e-way bill auto-populated. ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, IRN വേറൊരു പർപ്പസും കൂടിയുണ്ട്. ഇപ്പോൾ IRN നമ്പർ നമ്മൾ ജനറേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇ-വേ ബില്ലിൻ്റെ പാർട്ട് എയിൽ അത് ഓട്ടോമാറ്റിക്കലി അപ്ലോഡ് ആയിക്കോളും. ആ ഡീറ്റെയിൽസ് അതിനകത്തേക്ക് അപ്ലോഡ് ആയിക്കോളും, ഓട്ടോ പോപ്പുലേറ്റഡ് ആവും. പിന്നെ നമ്മളത് സെക്കൻഡായി പിന്നെയും നമ്മളത് എന്ത് ചെയ്യേണ്ടതില്ല, അപ്ലോഡ് ചെയ്യേണ്ട. അപ്പോൾ ഒരു തവണ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്താൽ മതിയാവും. ഇത് നമുക്ക് വേറെ ഒരു ടോപ്പിക്കാണ് പഠിക്കാനുള്ളത്. ടാക്സ് റോങ്ലി കളക്റ്റഡ് ആൻഡ് പെയ്ഡ് ടു ദ സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ്. നമ്മൾ റോങ് ആയിട്ട് ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് കൊടുക്കേണ്ട സ്റ്റേറ്റ് ഗവൺമെൻറ്റിനോ അങ്ങനെ എന്തെങ്കിലും മാറി നമ്മൾ ടാക്സ് കളക്ട് ചെയ്ത് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ അത് പേ ചെയ്ത് പോവുകയാണെങ്കിൽ അതിൻ്റെ സിറ്റുവേഷനാണ് പറയുന്നത്. എ രജിസ്റ്റേർഡ് പേഴ്സൺ ഹു ഹാസ് പെയ്ഡ് ദ സെൻട്രൽ ടാക്സ് ആൻഡ് സ്റ്റേറ്റ് ടാക്സ് ഓർ as the case may be the central tax and union territory tax on a transaction considered by him to be an intra-state supply but which is subsequently held to be an interstate supply. ഇപ്പോൾ ഒരു ഇൻട്രാസ്റ്റേറ്റ് സപ്ലൈ ആണെന്ന് വിചാരിച്ചിട്ട് ഒരാൾ പേ ചെയ്തിരിക്കുന്ന ഒരു ടാക്സ്, ഇപ്പോൾ സെൻട്രൽ ടാക്സും സ്റ്റേറ്റ് ടാക്സും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സിറ്റുവേഷനിൽ എന്താ വരുന്നത്, അത് നമ്മൾ പേ ചെയ്തിട്ടുണ്ട് ഇൻട്രാസ്റ്റേറ്റ് സപ്ലൈ ആണെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ പിന്നെ നമുക്ക് മനസ്സിലാവുകയാണത് ഇൻ്റർസ്റ്റേറ്റ് സപ്ലൈ ആയിരുന്നു എന്ന്. അപ്പം അങ്ങനെയാണെങ്കിൽ ഷാൾ ബി റീഫണ്ടഡ് ദ എമൗണ്ട് ഓഫ് ടാക്സസ് സോ പെയ്ഡ് ഇൻ സച്ച് മാനർ ആൻഡ് സബ്ജക്ട് ടു സച്ച് കണ്ടീഷൻ ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്. അപ്പം അതതിൻ്റെ കണ്ടീഷൻ അനുസരിച്ച് നമ്മൾ അത് എന്ത് ചെയ്യണം, റീഫണ്ട് ചെയ്ത് വാങ്ങിക്കണം. ആദ്യം നമ്മൾ റോങ്ലി ആണ് പേ ചെയ്ത് പോയിരിക്കുന്നത്, ഇൻട്രാ സ്റ്റേറ്റ് ആണെന്ന് വിചാരിച്ചിട്ടാണ് പേ ചെയ്തത്, പക്ഷെ ഇത് ഇൻ്റർസ്റ്റേറ്റ് ആയിരുന്നു. ഇൻ്റർസ്റ്റേറ്റ് ആണെങ്കിൽ നമ്മൾ IGST പേ ചെയ്യേണ്ടി വരും. അതിന് പകരം നമ്മൾ സ്റ്റേറ്റ് ടാക്സ് ഒക്കെയാണ് പേ ചെയ്തിരിക്കുന്നത് അല്ലേ. സ്റ്റേറ്റ് ടാക്സും സെൻട്രൽ ടാക്സും അല്ലെങ്കിൽ നമ്മൾ യൂണിയൻ ടെറിട്ടറി ടാക്സും അതേപോലെ സെൻട്രൽ ടാക്സും അങ്ങനെയല്ലേ നമ്മൾ പേ ചെയ്യുക നോർമൽ സ്റ്റേറ്റിൻ്റെ ഉള്ളിലുള്ള ട്രാൻസാക്ഷൻ ആണെങ്കിൽ. പക്ഷേ ഇതിപ്പം നമുക്ക് പിന്നെയാണ് നമുക്ക് മനസ്സിലായത് ഇൻഡർസ്റ്റേറ്റ് സപ്ലൈ ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടതാണെന്ന്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം പേ ചെയ്ത ടാക്സ് ആദ്യം റീഫണ്ട് വാങ്ങിക്കണം. A registered person who has paid integrated tax on a transaction considered by him to be an interstate supply. അതേപോലെ തിരിച്ചു സംഭവിക്കുക അല്ലെ, ഇൻറ്റർസ്റ്റേറ്റ് സപ്ലൈ ആണെന്ന് വിചാരിച്ചിട്ട് ഒരാൾ IGST പേ ചെയ്യുവാണ്, ബട്ട് വിച്ച് ഇസ് സബ്സിക്വൻ്റ്ലി ഹെൽഡ് ടു ബി ഇൻട്രാസ്റ്റേറ്റ് സപ്ലൈ. പിന്നെ ആൾക്ക് മനസ്സിലായി ഇത് നമ്മൾ IGST അല്ല പേ ചെയ്യേണ്ടത്, ഇൻറ്റർസ്റ്റേറ്റ് അല്ല ഇൻട്രാസ്റ്റേറ്റ് ആയിരുന്നു. ഇൻട്രാസ്റ്റേറ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആ സ്റ്റേറ്റിനും പിന്നെ സെൻട്രൽ ടാക്സും CGSTയും SGSTയും അല്ലെങ്കിൽ CGSTയും യൂണിയൻ ടെറിട്ടറി ടാക്സും ആണ് അടക്കേണ്ടത് അല്ലെ, രണ്ടുമാണ് ഒരുമിച്ചാണ് അടക്കേണ്ടത്. പക്ഷെ അങ്ങനെ നമ്മളോട് മാറിപ്പോയി IGST അടച്ചു പോയിട്ടുണ്ടെങ്കിൽ ഷാൾ നോട്ട് ബി റിക്വയർഡ് ടു പേ എനി ഇൻട്രസ്റ്റ് ഓൺ ദ എമൗണ്ട് ഓഫ് സെൻട്രൽ ടാക്സ് ആൻഡ് സ്റ്റേറ്റ് ടാക്സ് ആസ് ദ കേസ് മേ ബി. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സ്ട്രാ ഇൻട്രസ്റ്റ് ഒന്നും പേ ചെയ്യേണ്ട, ദ സെൻട്രൽ ടാക്സ് ആൻഡ് യൂണിയൻ ടെറിട്ടറി ടാക്സ് പേയബിൾ. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സ്ട്രാ നമുക്കൊന്നും പേ ചെയ്യേണ്ട ആവശ്യം വരില്ല. ഷാൾ നോട്ട് ബി റിക്വയർഡ് ടു പേ എനി ഇൻട്രസ്റ്റ് ഓൺ ദ എമൗണ്ട് ഓഫ് സെൻട്രൽ ടാക്സ് ഓർ സ്റ്റേറ്റ് ടാക്സ് ആസ് ദ കേസ് മേ ബി. ഇപ്പം നമ്മൾ ഒന്നിക്ക് സെൻട്രൽ ടാക്സും സ്റ്റേറ്റ് ടാക്സോ പേ ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ സെൻട്രൽ ടാക്സും യൂണിയൻ ടെറിട്ടറി ടാക്സോ പേ ചെയ്തിട്ടുണ്ടാവാം. അപ്പം അതിൻ്റെ അകത്ത് നമ്മൾ പിന്നെ എക്സ്ട്രാ ആയിട്ട് ഇൻട്രസ്റ്റ് പേ ചെയ്യേണ്ട ആവശ്യം വരില്ല. അപ്പം നമ്മൾ ഇന്ന് പഠിച്ചിരിക്കുന്നത് ഇ-വേ ബില്ലാണ്. അപ്പോൾ ഇ-വേ ബിൽ എന്താണെന്ന് പഠിച്ചു,
അതേപോലെ തന്നെ ഇ-വേ ബിൽ നമ്മൾ ജനറൽ പ്രൊവിഷൻസ് എന്തൊക്കെയാണെന്ന് പഠിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ പഠിച്ചത് ലീഗൽ പ്രൊവിഷൻസ് റിഗാർഡിംഗ് മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് അണ്ടർ ഇ-വേ ബിൽ. അതിനകത്ത് നമ്മൾ എന്തൊക്കെ ഡോക്യുമെന്റ്സ് കൊണ്ടുപോകണമെന്ന് പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ആ ഡോക്യുമെന്റ്സ് എങ്ങനെയാണ് വെരിഫൈ ചെയ്യുന്നത്, രണ്ട് രീതിയിൽ വെരിഫൈ ചെയ്യാം അല്ലെ. ഒന്നുകിൽ ഇന്റർസെപ്ഷൻ നടത്തി വെരിഫൈ ചെയ്യാം, അല്ലെങ്കിൽ RFID ത്രൂ വെരിഫൈ ചെയ്യാം. പിന്നെ പീനൽ പ്രൊവിഷൻസ് പഠിച്ചിട്ടുണ്ട്. എന്താ പെനാൽറ്റി നമുക്ക് ഇ-വേ ബിൽ ഇല്ലെങ്കിൽ എന്താണ് പെനാൽറ്റി വരുന്നതെന്ന് പഠിച്ചു. പിന്നെ ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് നമുക്ക് ഇ-വേ ബിൽ കയ്യിൽ കരുതേണ്ടത്, ഇ-വേ ബിൽ നെസസറി ആയിട്ട് കയ്യിൽ കരുതേണ്ട സിറ്റുവേഷൻസ് പഠിച്ചിട്ടുണ്ട്. പിന്നെ IRN നമ്പർ എന്താണ്, അത് എവിടെ നിന്ന് ജനറേറ്റ് ചെയ്യുന്നു, അതെന്തിനാണ് യൂസ് ചെയ്യുന്നത്, ഇത്രയും കാര്യങ്ങൾ പഠിച്ചു. പിന്നെ നമ്മൾ റോങ്ലി നമ്മൾ ടാക്സ് മാറി IGST അടക്കേണ്ടത് CGST, അതേപോലെ തന്നെ CGST അല്ലെങ്കിൽ സ്റ്റേറ്റ് ടാക്സ് അടക്കേണ്ട സമയത്ത് IGST ആയിട്ട് മാറിപ്പോവാണ്. ഇന്റർ സ്റ്റേറ്റും ഇൻട്രാ സ്റ്റേറ്റും മാറിപ്പോകുമ്പോൾ സിറ്റുവേഷൻ ആണ്. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താണ് അതിനുള്ള പ്രൊവിഷൻസ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇതുവരെയുള്ള എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കൂടി വീണ്ടും കാണാം. അതുവരയ്ക്കും ഹാപ്പി ലേണിംഗ്.